പിന്നെ ഒരു കാര്യം പറയട്ടെ, 2025 ആരംഭത്തിൽ, അതായത് ജനുവരി മാസം 31 അന്നത്തെ ആരാധനയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, കുറേ സമർപ്പണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതെല്ലാം ചെയ്ത് തീർത്തോ? ഇനി ഏതാനും ചില നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ. അപ്പോൾ ഈ വർഷത്തേതെല്ലാം ചെയ്ത് കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച അനേക കാര്യങ്ങളുണ്ട്, മറന്നു പോകരുത് കേട്ടോ. ഒന്നൊന്നായി നമ്മൾ ഓർത്ത് അതെല്ലാം ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെയും 2026 ആരംഭത്തിൽ വീണ്ടും നമ്മൾ സമർപ്പണവുമായി ദൈവസന്നിധിയിൽ വരും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ കാര്യങ്ങൾ ചെയ്ത് തീർത്തില്ല എങ്കിൽ പുതുവർഷത്തിൽ വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ പറയും. അപ്പോൾ അതെല്ലാം നമുക്ക് ചേർത്ത് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടനാളിയായി തീരരുത്. അതുകൊണ്ട് നാം എല്ലാവരും ദൈവസന്നിധിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്ത് ചെയ്തു തീർക്കുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അതൊക്കെ ചെയ്തു തീർക്കണം. എന്നിട്ട് നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ക്രിസ്മസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ന്യൂ ഇയർ ബാക്കിയുണ്ട്. സോ എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് ന്യൂ ഇയർ.